ഈ OSM ഇലക്ട്രിക് പാസഞ്ചർ വണ്ടിയുടെ കേരളത്തിലെ ആദ്യത്തെ കസ്റ്റമറാണ്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഹായ് ഫ്രണ്ട്സ്, കോഴിക്കോടൻ റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് OSM ഒമേഗ സിക്കി മൊബിലിറ്റി എന്ന ഇന്ത്യയിലെ പ്രമുഖ അറിയപ്പെടുന്ന ഒരു വാഹന നിർമ്മാതാക്കളുടെ ഷോറൂമിലാണ്. ഇവർക്ക് നിലവിൽ കേരളത്തിൽ 2 ഷോറൂമുകളാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ രാമനാട്ടുകരക്കടുത്ത് അയിഞ്ഞിലം, അതായത് കോഴിക്കോട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും ബോർഡറിൽ. രണ്ടാമത് എറണാകുളത്താണ്. അപ്പോൾ അവരുടെ വാഹനമായ സ്ട്രീം എന്ന ഒരു പാസഞ്ചർ വാഹനമുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഡെലിവറിയാണ്, കേരളത്തിലെ ആദ്യത്തെ ഡെലിവറിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തിൽ ഈ ഒരു വലിയ വാഹനം പാസഞ്ചറായിട്ട് ഇതുവരെ നിരത്തിൽ ഇറങ്ങിയിട്ടില്ല. വലിയ വാഹനം ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ ആപ്പ ഓട്ടോകളെ മാതിരി, അല്ലെങ്കിൽ അതുൽ മഹീന്ദ്ര മാതിരി വലിയൊരു ഓട്ടോറിക്ഷ ഇതുവരെ നിരത്തുകളിൽ ഇറങ്ങിയില്ല. അപ്പോൾ ആദ്യത്തെ വാഹനവും നമ്മുടെ OSM ആണ്. അപ്പോൾ അത് എടുത്തതും പുറമെ ആരുമല്ല, നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ തന്നെ വെള്ളയിലുള്ള വിനീഷ് സാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും കൂടി താക്കോൽ വാങ്ങുന്ന ഒരു ചടങ്ങാണ്. യാദൃശ്ചികമായിട്ട് ഞാനിവിടെ എത്തിപ്പെട്ടു. അപ്പോൾ ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതുപോലെ തന്നെ ഇവരൊരു ഫീഡ്ബാക്കും ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ വാഹനം എടുക്കാൻ വന്നത്, എന്താണ് ഈ വാഹനത്തിന് അവർക്ക് ഇഷ്ടപ്പെട്ടത്, അതുപോലെ വാഹനം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമാണോ, ഫസ്റ്റ് കസ്റ്റമറാണോ എന്നൊക്കെ ചോദിക്കലുണ്ട്. അതുപോലെ പല പ്രവാസികളും എൻ്റെ PM വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഇലക്ട്രിക് ഓട്ടോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക് ഇവിടെ എടുക്കാൻ കാരണം. അതായത് നമ്മളൊരു പുതിയ ആൾ വാഹനം എടുക്കുന്നതും പഴയ ഒരാൾ വാഹനം എടുക്കുന്നതും മാറ്റമുണ്ട്. ഓട്ടോയെ പറ്റി അറിയുന്ന ആളുകൾ വാഹനം എടുക്കുന്നതിലും മാറ്റമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ താക്കോൽ ദാനം, നമ്മുടെ ഇതൊക്കെ ചടങ്ങുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറഞ്ഞ വിശേഷങ്ങൾ കൂടി ഞാൻ ഇതിൽ പറയാം. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. ബാറ്ററി ടൈപ്പ് വരുന്നത് ലിഥിയം അയൺ 48 വാട്ട്സ് ആണ്. മോട്ടോർ കപ്പാസിറ്റി KWH. അതുപോലെ കമ്പനി പറയുന്ന റേഞ്ച് 100 കിലോമീറ്റർ ആണ്. നമ്മളെ പ്ലഗ് ടൈപ്പാണ് ചാർജിങ്ങിൻ്റെ വരുന്നത്. ചാർജിങ് ടൈം 4 ഹവറാണ്. പിക്ക് അവർ 10 kW ആണ്. അതുപോലെ വാഹനത്തിന് മൈലേജ് അല്ല, നമ്മൾ കിലോമീറ്റർ വരുന്നത് 45 കിലോമീറ്ററിലാണ്. 50 വരെ വാഹനം പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വാറണ്ടി 3 വർഷം അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ എന്നിവയൊക്കെയാണ്. അപ്പം നമ്മളെ വിനീഷ് സാറ് വാഹനം സ്റ്റാർട്ട് ചെയ്ത് പോവാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുവാനുണ്ട്. അത് നമ്മൾ ഈ വീഡിയോയുടെ അവസാനത്തിൽ തന്നെ ഉൾപ്പെടുത്തുന്നതാണ്. പിന്നെ വാഹനം ജസ്റ്റ് പറയുകയാണെങ്കിൽ, നമ്മുടെ ചാനലിൽ ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഉദ്ഘാടന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. അതുപോലെ ഈ ഓഫീസിലത്തെ നമ്പറും ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ നമ്മുടെ സുഹൃത്തു കൂടിയാണ് അഭിലാഷിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ബുക്ക് ചെയ്യാനോ അങ്ങനെ താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ച് കൂടുതൽ സംശയങ്ങളൊക്കെ തീർക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ അദ്ദേഹത്തോടുള്ള ചോദ്യത്തിലേക്ക് കടക്കാം. OSM ഇലക്ട്രിക് പാസഞ്ചർ വണ്ടിയുടെ കേരളത്തിലെ ആദ്യത്തെ കസ്റ്റമറാണ്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി പറയാന്ന് പറഞ്ഞാൽ, ഇതിപ്പോ സാധാരണ എല്ലാ വണ്ടിയും ചെറിയ വണ്ടിയാണ് ഇതുവരെ കണ്ടത്. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ച് ഇതൊരു വലിയ വണ്ടി ഇറങ്ങിയെങ്കിൽ ഞാൻ വെറുതെ ഇങ്ങനെ മനസ്സിലെപ്പോഴും വിചാരിക്കും. എനിക്ക് അങ്ങനത്തെ പണികളാണുള്ളത്, കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനല്ലോ. അങ്ങനെ ഒരു ദിവസം ഓടുമ്പോൾ ഇങ്ങനെ ഈ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കൈ കാണിച്ച് നിർത്തി, ഇങ്ങനെ എൻ്റെ വില കാര്യങ്ങളൊക്കെ പറഞ്ഞ് വണ്ടി ഇഷ്ടപ്പെട്ട്. ഇനിയിപ്പോൾ ഓടിച്ച് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമല്ലോ. ഓട്ടോറിക്ഷ ജീവനക്കാരൻ തന്നെയാണ്. മുമ്പ് ആപ്പസിറ്റി, ഇപ്പോൾ 2000 CNG ലോഡ് പല വണ്ടി ഓടുന്നുണ്ട്.
നിങ്ങൾ വണ്ടി ഫീൽഡ് കുറെ ആയോ? ഈ ഓട്ടോറിക്ഷ 10 കൊല്ലമായിട്ടുണ്ട്. 20 കൊല്ലത്തോളായി. കോഴിക്കോട്. തുടർച്ചയായിട്ടില്ല, ആ ഇപ്പൊ 6-7 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് ഓട്ടോറിക്ഷ തന്നെ. നിങ്ങൾ ഇവിടെ കോഴിക്കോട് വെള്ളയല്ലേ? കോഴിക്കോട് വെള്ളയിൽ വെള്ളയല്ലേ? ഇനി വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? കടൽപ്പണി കടലിലൊക്കെ പോയല്ലേ? നമ്മളെ ഒരു മത്സ്യത്തൊഴിലാളി മെയിൻ കൂടിയാണ്. പണിയതാണ് കടൽപ്പണി. ഇതിന്റെ ഫിനാൻസ് ഒക്കെ എങ്ങനെയാണ് പറഞ്ഞത്? ഇത് മുദ്രാ ലോണ് ആണ്, ഇന്ത്യൻ ബാങ്കിൽ നിന്നാണ് എടുത്തത്. ഇപ്പോൾ 3,86,000, അതിൽ 63 റുപ്യ ഞാൻ കൊടുത്തു. ബാക്കി 5,700 അടവ് വരുന്നുണ്ട്. 5 കൊല്ലം എന്നാ പറയുന്നത്. ഇതിന് നിങ്ങൾ കുറെ കഷ്ടപ്പെടേണ്ടി വന്നോ മുദ്രാ ലോണിന്? ബാങ്ക് തരാൻ, ഓട്ടോറിക്ഷയ്ക്ക് തരാനുണ്ടായിരുന്നോ? ലോണൊക്കെ പെട്ടെന്ന് ഒരു ഡീസന്റ് ആണല്ലേ? കാര്യമായിട്ട്. ഞാൻ പറയാൻ കാരണം വേറെ ചില ബാങ്കിൽ പോയിട്ട് മുദ്രാ ലോൺ ഓട്ടോക്ക് തരാൻ ഒരു മടിയുള്ള ബാങ്കിന് വെച്ചാൽ നമുക്ക് ഞാനിപ്പോ ഒരു ദിവസം ഒരു 350-400 റുപ്യന്റെ അടുത്ത് ഡീസലും ഇതൊക്കെ അടിക്കും. ഇന്നൊരു മോചനം ഉണ്ടാവട്ടെ ഇപ്പൊ അങ്ങനെ നമ്മൾ വിചാരിച്ച മാതിരി ആണെങ്കിൽ ഭയങ്കര ലാഭമായിരിക്കും. തുടങ്ങണല്ലേ ഉള്ളൂ. അപ്പൊ ആ ഡീസൽ അടിക്കാനുള്ള പൈസ മാറ്റി വെച്ചാല് അടവ് കഴിഞ്ഞാലും പൈസ ബാലൻസ് വരും. നമ്മള് ശരിയാണ്. പിന്നെ ചാർജിങ്ങിന്റെ നിങ്ങളവിടെ പോയിന്റുകളൊക്കെ ഇഷ്ടംപോലെ അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളൊന്ന് സിറ്റിയിലായോണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവാനുള്ളൂ. കുറച്ചൊന്നൊരു എയിം ആവാനുള്ളത്. ബാറ്ററിന്റെ കാര്യല്ലേ. കാലിക്കറ്റ് സിറ്റിയിലാണോ നിങ്ങൾ വണ്ടി ഓടിക്കുന്നത്? എനിക്ക് പെർമിറ്റ് കിട്ടും. കാരണം വെച്ചാൽ ഞാൻ കോർപ്പറേഷനിലുള്ളതുകൊണ്ട് പെർമിറ്റ് കിട്ടേണ്ടിയാണ്. കോർപ്പറേഷനിലുള്ളവർക്ക് മാത്രമേ ഇപ്പോൾ CC കൊടുക്കുന്നു. കോർപ്പറേഷൻ പരിധിയിലുള്ളവർക്ക് ഇലക്ട്രിക് വണ്ടിക്കും കൊടുക്കണുള്ളൂ. പഞ്ചായത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഇങ്ങനെ സ്കേലും കാര്യമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. പക്ഷെ കുറച്ചു കാലം മുന്നേ വരെ ഞാൻ പറഞ്ഞു കേട്ട അറിവാണ്. കോഴിക്കോട് സിറ്റിയില് ഐഡന്റിറ്റി കാർഡും ഇതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഉള്ളതാണോന്ന് അറിയില്ല. ലോൺ നിങ്ങൾക്ക് കുറെ സമയം എടുത്തണോ ശരിയാവാൻ? എനിക്ക് പെട്ടെന്ന് ലോൺ കിട്ടി. പെട്ടെന്ന് ശരിയാണ്. ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അല്ല ഇവരെ അവിടെ പോയി നമ്മളെ ഡീറ്റെയിൽ എല്ലാം കൊടുത്ത് ഫുൾ ഡീറ്റെയിൽസ് ചെയ്തതാണ്. ലോൺ പെട്ടെന്ന്. ഇതിന്റെ ഫസ്റ്റ് കസ്റ്റമർ എന്നുള്ള രീതിയിൽ എന്താ പറയാനുള്ളത്? എന്ത് തോന്നുന്നു? അതിപ്പോ എന്താ വെച്ചാ ഒരു കേരളത്തിലെ ഫസ്റ്റ് കസ്റ്റമർ അതൊരു നിയോഗം മാതിരി വന്നാണ്. ഞാൻ അധികം മെനക്കെട്ടിട്ടില്ല. ഞാൻ വന്ന് ഇതിന്റെ മുകളില് ആയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ചിലപ്പോ നന്നാവാനാണ് കൂടുതൽ ചാൻസ്. മോശം വരില്ല. അപ്പൊ എല്ലാവിധ ആശംസകളും. ഞങ്ങളുടെ ചാനലിൽ ഞങ്ങളോട് സംസാരിച്ചതിന് ഇത്രയും കാര്യം. അതുപോലെ ഇനി ഭാവിയിൽ ഞങ്ങളുടെ ചാനലിൽ നിങ്ങളെ തന്നെ ഞങ്ങൾ വരും. അന്നേരം ഇതേമാതിരി ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാം. ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി നിങ്ങൾ കുറച്ച് ഓടി കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ഒരു ഉപകാരപ്പെടും ചെയ്യും. നല്ലൊരു ഒന്ന് സെറ്റ് ആവാണ്ടാവല്ലോ. ഏതായാലും ഒന്ന് ക്ലിക്കാണ്. കുറച്ചുകൂടി ആദ്യത്തെ കസ്റ്റമർ ആയതുകൊണ്ട് കുറച്ച് റിസ്കുകളും ഏറ്റെടുക്കേണ്ടി വരും. പിന്നെ നന്നാവും. ശരിയായി. ഒരു കമ്പനി നമ്മളെ നോക്കിയാൽ മതി. സർവീസും കാര്യങ്ങളൊക്കെ ആദ്യത്തെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ കംപ്ലൈന്റ് മാറി ഒന്ന് പിന്നെ നന്നാവും. അത് അതിന്റെ നിങ്ങളെ നല്ലൊരു സർവീസ് നിങ്ങൾക്ക് കമ്പനി തരട്ടെ എന്ന് നിങ്ങൾ പറയുന്നത്. എനിക്ക് നന്നായിട്ട് തോന്നണം. ഇവരൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും. പിന്നെ ഓൾറെഡി വലിയൊരു കമ്പനിയാണ്. ട്രക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവര് ഇറക്കുന്നുണ്ട്. ഞാൻ യൂട്യൂബ് നോക്കി. അപ്പൊ അതിനകത്ത് ഉണ്ട് വണ്ടി അവിടെ ഇറങ്ങുന്നു. ആയിക്കോട്ടെ. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിച്ചതിന് ഒത്തിരി നന്ദി. ഒരു കാര്യം കൂടെ, ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഒന്ന് വരുന്നത് ബാറ്ററിയുടെ പ്രശ്നം, മറ്റൊന്ന് കയറ്റം കയറാനുള്ള പ്രശ്നം. ഇത് രണ്ടും എങ്ങനെയാണ്? ഇത് നിങ്ങൾ ഞാൻ ഓടിച്ചു നോക്കി. നമ്മളിപ്പോ ആപ്പസിറ്റി ഒക്കെ ആകുമ്പോ നമ്മളിപ്പോ ഒരു സെക്കൻഡ് ഗിയർ എന്തായാലും ബസ്സിലിട്ടണം ഒരു കുത്ത്. ഇതിപ്പോ ഞാൻ ഗിയറൊന്നും ചെയ്യും നമുക്ക് മാറിയാലൊന്നും ഇല്ലല്ലോ. അങ്ങനെ കയറണ്ട്. നന്നാ കുത്തനുള്ള കയറില്ലാന്ന് ഇവര് നേരത്തെ പറഞ്ഞത്. അത് നാലാളായിട്ടൊന്നും കയറാൻ പറ്റില്ല. നോക്കാം. ബാറ്ററി 3 കൊല്ലത്തെ ഇതാ പറഞ്ഞു. എത്ര കിലോമീറ്റർ ആണ്? 86,000. അല്ല, മൈലേജ് എത്രയാ പറയുന്നത്? മൈലേജ് 120 പറയണം. 100 നമുക്ക് ഓടാൻ പറ്റും എന്ന് പറയണം. 20 ആകുമ്പോഴത്തേനും നമ്മൾ ചാർജ് ചെയ്യണം. നമുക്കത് മതി. സിറ്റിയിലാണ്. ഓക്കെ, അപ്പൊ എല്ലാ ആശംസകളും.